നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസ് കുട്ടനാട് കേന്ദ്രീകരിച്ച് ആരംഭിക്കണം. ഹരിപ്പാട്ടേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച RO പ്ലാന്റ് പുളിങ്ങുന്ന റോഡരികിൽ PWD അനുമതി കാത്തു കിടക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ടും വൈദ്യുതിയും ലഭിച്ചിട്ടില്ല. ഓൾ കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമ്മേളനം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെ ആലപ്പുഴയിൽ. വാർത്തകൾ വിശദമായി. കുട്ടനാട്, മാവേലിക്കര, ഹരിപ്പാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള വാട്ടർ അതോറിറ്റിയുടെ പുതിയ സബ് ഡിവിഷൻ ഓഫീസ് അനുവദിച്ചിരുന്നു. കുട്ടനാട് ഒഴികെ ആലപ്പുഴയിലെ എല്ലാ സബ് ഡിവിഷനുകളും ആലപ്പുഴ ഡിവിഷന്റെയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെയും കീഴിലാണ്. കുട്ടനാടിനായുള്ള ജലവിതരണ പദ്ധതി തിരുവല്ലയിലായതിനാലാണ് കുട്ടനാട് സബ് ഡിവിഷൻ തിരുവല്ലയിലായത്. എന്നാൽ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നതോടെ ഹരിപ്പാട്, മാവേലിക്കര പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി കുട്ടനാട് കേന്ദ്രീകരിച്ച് വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷൻ എന്ന ആശയത്തിന് ശക്തിയേറുന്നു. എന്നാൽ ഈ ഓഫീസ് ഇപ്പോൾ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. ഈ വിഷയത്തോട് പ്രതികരിക്കാൻ മങ്കൊമ്പ് സ്റ്റുഡിയോയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. ഗോപകുമാറും നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ ജേക്കബ് എബ്രഹാം, കുട്ടനാട് കേന്ദ്രീകരിച്ച് ഡിവിഷണൽ ഓഫീസ് ആരംഭിക്കണം എന്ന നിവേദനം നൽകിയത് താങ്കളാണ്. എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു? വാട്ടർ അതോറിറ്റിയുടെ കുട്ടനാട് സബ് ഡിവിഷൻ ഇപ്പോൾ തിരുവല്ല ഡിവിഷന്റെ കീഴിലാണ്. അതുപോലെ തന്നെ കോട്ടയം സൂപ്രണ്ടന്റ് എഞ്ചിനീയർ ഓഫീസിന്റെ കീഴിലുമാണ് പ്രവർത്തിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ബാക്കി എല്ലാ സബ് ഡിവിഷനുകളും ആലപ്പുഴ ഡിവിഷന്റെയും ആലപ്പുഴ സർക്കിൾ ഓഫീസിന്റെയും കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട് സബ് ഡിവിഷൻ മാത്രം തിരുവല്ലയുടെ കീഴിൽ പോകാനുള്ള കാരണം കുട്ടനാട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തിരുവല്ലയുടെ സമീപമുള്ള കറ്റോട്ട് സ്ഥിതി ചെയ്തിരുന്നതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നീരേറ്റുപുറത്ത് പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തതോടുകൂടി ഇനി കുട്ടനാട് മാത്രം തിരുവല്ലയുടെ കീഴിൽ നിൽക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ആലപ്പുഴ ഡിവിഷൻ 4-5 സബ് ഡിവിഷനുകൾ കൊണ്ട് ജോലിഭാരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടനാട് സബ് ഡിവിഷനെയും കൂടി ആലപ്പുഴ ഡിവിഷന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഒരു ആലപ്പുഴ സർക്കിൾ ഓഫീസ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് സാറിന് കുട്ടനാട്, ഹരിപ്പാട്, മാവേലിക്കര സബ് ഡിവിഷനുകൾ ഒന്നിപ്പിച്ചുകൊണ്ട് കുട്ടനാട് കേന്ദ്രമാക്കി ഒരു പുതിയ ഡിവിഷൻ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിവേദനം കൊടുത്തിരുന്നു. അതിന് അനുകൂലമായ ഒരു നിലപാട് ബഹുമാനപ്പെട്ട മന്ത്രി എടുക്കുകയും എന്റെ നിവേദനം അതിനുവേണ്ടി റിപ്പോർട്ടിന് വേണ്ടി ഫോർവേഡ് ചെയ്തിരുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു ഹരിപ്പാട് കേന്ദ്രമാക്കിക്കൊണ്ട് കുട്ടനാട്, മാവേലിക്കര, ഹരിപ്പാട് സബ് ഡിവിഷനുകൾ ഹരിപ്പാട് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു പുതിയ ഡിവിഷൻ തുടങ്ങുവാനായിട്ടുള്ള നീക്കം നടക്കുന്നതായി മനസ്സിലാക്കുന്നു. അതിനെതിരെ ശക്തമായ ഒരു പൊതുവികാരം കുട്ടനാട്ടിൽ ഉണ്ടാകേണ്ടതും കുട്ടനാട്ടിലെ ജനങ്ങൾ മുഴുവനായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുട്ടനാട്ടിൽ തന്നെ പുതിയ ഡിവിഷൻ ആരംഭിക്കുന്നതിനുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതാണ്. അങ്ങനെയുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ സമര പരിപാടികൾക്ക്, ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും എന്നും ജനങ്ങളുടെ ഒപ്പം കാണുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ശ്രീ K. ഗോപകുമാർ, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ അന്വേഷിച്ചിടത്തോളം കേരള വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷണൽ ഓഫീസ് കുട്ടനാട്ടിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും കുട്ടനാട് താലൂക്കിനെയും മാവേലിക്കര താലൂക്കിനെയും ഹരിപ്പാട് താലൂക്കിനെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഈ ഓഫീസ് തീർച്ചയായും കുട്ടനാട്ടിൽ തന്നെ സ്ഥാപിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കമ്മീഷനിങ് കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഓഫീസ് കുട്ടനാട്ടിൽ തന്നെ നടക്കേണ്ടതാണ്. 204 കോടി രൂപ
കോൺഗ്രസ് നയിക്കുന്ന UPA സർക്കാർ കുട്ടനാട് നീരാറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടി അനുവദിക്കുകയും ഇതുകൂടാതെ 13ാം ധനകാര്യ കമ്മീഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി 70 കോടി രൂപ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഓഫീസ് കുട്ടനാട്ടിൽ തന്നെ വരേണ്ടത് അനിവാര്യമാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ സുഗമമായി നടക്കണമെങ്കിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം കുട്ടനാട്ടിൽ തന്നെ ഉണ്ടാവണം. അതിനുവേണ്ടി തീർച്ചയായും നമുക്ക് എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം. അതിനുവേണ്ടി തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻപന്തിയിലുണ്ടാകും, UDF മുൻപന്തിയിലുണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഹരിപ്പാട് MLA-യും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഹരിപ്പാട്ടേക്ക് മാറ്റാൻ നീക്കം നടത്തുന്നത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിനു പിന്നിൽ. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾ ഒന്നിക്കണം. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച RO പ്ലാന്റാണ് ഇത്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടും പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുംപിടുത്തമാണ് പുളുങ്ങുന്ന ജങ്കാർ കടവിലെ RO പ്ലാന്റ് നോക്കുകുത്തിയാകുവാനുള്ള കാരണം. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടും വൈദ്യുതി കണക്ഷനും ഇതേവരെ ലഭിച്ചിട്ടില്ല. പുളുങ്ങുന്ന് പഞ്ചായത്ത് 3-ാം വാർഡ് ജങ്കാർ കടവിലാണ് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുവാൻ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് RO പ്ലാന്റ് നിർമ്മിച്ചത്. എന്നാൽ പൊതുമരാമത്തിന്റെ സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ PWD പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജങ്കാർ കടവിൽ 5000 ലിറ്ററിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ശുദ്ധീകരിച്ച ജലം പൊതു ടാപ്പിട്ട് വിതരണം ചെയ്യാനാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പുളുങ്ങുന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, വിവിധ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങി വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കായി ദിവസേന ആയിരങ്ങളാണ് ഇതിലെ കടന്നുപോകുന്നത്. ഈ യാത്രക്കാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും ജങ്കാർ കടവിൽ ശുദ്ധജലത്തിനായി ഒരു RO പ്ലാന്റ് എന്ന ആശയം പ്രാവർത്തികമാകുന്നത്. 3-ാം വാർഡ് മെമ്പറാണ് പ്ലാന്റിന് മുൻകൈയെടുത്തത്. വൈദ്യുതി കണക്ഷനും ഇതേവരെ പ്ലാന്റിന് ലഭിച്ചിട്ടില്ല. മെമ്പറോട് ബന്ധപ്പെട്ടപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അടുത്ത മാസം ആദ്യത്തോടെ പ്ലാന്റ് പ്രവർത്തന നിരതമാകുമെന്നുമാണ് പറയുന്നത്. ഈ RO പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായി. ഇത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. ഇവിടെ ഈ ജനങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടി നെട്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ തന്നെ ഇതിന്റെ പണി കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ആഗ്രഹത്തിലിരുന്നതാണ്. ഇവിടെ വരുന്ന യാത്രക്കാരും മറ്റു വാഹനങ്ങളും ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്നവരാണ്. സ്ഥലം വെള്ളം കുടിക്കുവാനും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കഴിയുന്നത്. അടുത്ത കടകളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തരണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ PWD എഞ്ചിനീയറോടും മറ്റ് ഇവിടെ തരാത്തതിന്റെ കാരണം ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിനോട് അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ സംവിധാനമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തി ശുദ്ധജലത്തിന് വേണ്ട കാര്യങ്ങൾ നിറവേറ്റി തരണമെന്ന് ഞങ്ങൾ വീണ്ടും നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുളുങ്ങുന്ന ജങ്കാർ കടവിൽ നിന്നും ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും പോകേണ്ട യാത്രക്കാർ കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിനെ ആശ്രയിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരൽപ്പം കുടിവെള്ളം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച RO പ്ലാന്റാണിത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇവയൊന്നും പ്രവർത്തനക്ഷമമായിട്ടില്ല. KCV വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ നടക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം ഈ സമ്മേളനം ഉയർത്തുന്നത് അധ്യാപക സമൂഹം ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത നിയമാധിഷ്ഠിത സേവന ഭദ്രത സർവകലാശാല നിയമങ്ങളിലെ ഭേദഗതിയിലൂടെ തകർക്കുവാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമനം ലഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞാലും അധ്യാപകർക്ക് വേതനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ പ്ലേസ്മെന്റ്, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ സർവകലാശാലയും സർക്കാരും ചേർന്ന് തടയുകയാണ് ചെയ്യുന്നത്. തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരുടെയും അനധ്യാപകരുടെയും മേൽ അമിത ജോലിഭാരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി കേരളം ഭരിക്കുന്ന UDF സർക്കാർ സമസ്ത മേഖലകളെയും തകർക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത്, വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. ഫെബ്രുവരി 28 പ്രവർത്തന സമിതിയും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൌൺസിലും ചേരും.
വൈകിട്ട് 3:30 നടക്കുന്ന സെമിനാർ MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 1 രാവിലെ 10 പ്രൊഫസർ MK സാനു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 ട്രേഡ് യൂണിയൻ, വിദ്യാഭ്യാസ, വനിതാ സെമിനാറുകൾ നടക്കും. ബേബി ജോൺ, ഡോക്ടർ TN സീമ, മാലശ്രീ ഹസ്നി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 4:30 പ്രകടനം നടക്കും. തുടർന്ന് ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം G സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2 നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനവും മുൻകാല നേതൃത്വ സമ്മേളനവും CP നാരായണൻ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് KP സുകുമാരൻ നായർ, ഡോക്ടർ K ശ്രീവത്സൻ, ഡോക്ടർ KV വിവേകാനന്ദൻ, പ്രൊഫസർ R ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ ബജറ്റ് അവതരണം ബുധനാഴ്ച നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം ബജറ്റ് അവതരിപ്പിച്ചു. 33,36,75,515 രൂപ വരവും 33,06,62,630 രൂപ ചിലവും 30,12,885 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BDO ഉദയപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ പട്ടികജാതി ഗുണഭോക്താക്കളെ കണ്ടെത്താനായില്ലെന്ന് പഞ്ചായത്തുകൾ. ആലപ്പുഴ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിവിധ പഞ്ചായത്തുകൾ ഇക്കാര്യം അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ പട്ടികജാതി വിഭാഗത്തിനായുള്ള ഫണ്ട് ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ യോഗം പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. ആലപ്പുഴ നഗരസഭാ ബജറ്റ് അവതരണം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ B അൻസാരിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആലപ്പുഴയെ LED നഗരമാക്കുന്ന പദ്ധതി ഉൾപ്പെടെ 79,31,37,787 രൂപ വരവും 74,59,06,025 രൂപ ചിലവും 4,72,37,061 രൂപ നീക്കിയിരിപ്പും ഉൾക്കൊള്ളുന്നതാണ് ബജറ്റ്. ബജറ്റ് കഴിഞ്ഞ വർഷത്തേതിന്റെ തനിയാവർത്തനമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങി നിയമനം നടത്തുന്നതിനെതിരെ DYFI പ്രവർത്തകർ DMOയെ കൊരാവ് ചെയ്തു. ഇത്തരം നഗ്നമായൊരു ലംഘനം പ്രിയപ്പെട്ട DMO അഭിസംബോധന ചെയ്തുകൊണ്ട് കത്തെഴുതി കൊടുത്തിരിക്കുന്ന എന്ത് കാര്യം കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് കത്തെഴുതാൻ DMOയ്ക്ക്? മാഡം, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നടന്നിട്ടുള്ളത്.
എ ഷുക്കൂറിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇന്റർവ്യൂവും റാങ്ക് ലിസ്റ്റും റദ്ദാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ, അനിൽ, വിഷ്ണു, ഷാനവാസ്, പ്രവീൺ അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വുഡ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മരാധിഷ്ഠിത വ്യവസായ യൂണിറ്റ് എന്ന നിലയിൽ ചെറുകിട വ്യവസായമായി സംരംഭകരായിരിക്കുന്ന ചെറിയ വർക്ക്ഷോപ്പുകൾ നടത്തുന്ന വ്യക്തികൾ അവരുടെ സ്ഥാപനങ്ങളെ പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര സംഘടന. ഇതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയ അംഗങ്ങളാണെങ്കിലും ഞങ്ങളെല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടി തന്നെ ഞങ്ങളുടെ അവകാശങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു തീവ്രയത്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നിലവിൽ അതിൻ്റെ ഈ ഗവൺമെന്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിന്റെ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതിന്റെ വിഷയങ്ങളിലേക്ക് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. എന്ന നിലയിൽ തുടങ്ങിയിരിക്കുന്ന അത് പരമ്പരാഗതമായിട്ട് പണിയെടുക്കുന്ന അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഗവൺമെന്റിൽ നിന്നൊക്കെ ലോണും ഒക്കെ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്താണ് പ്രവർത്തനം നടത്തുന്നത്. ഫെബ്രുവരി 28 ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനം വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. WYWA കോട്ടയം ജില്ലാ പ്രസിഡന്റ് CP ബോസുകുട്ടൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ ചങ്ങനാശ്ശേരി MLA CF തോമസ് ആദരിക്കും. WYWA സംസ്ഥാന പ്രസിഡന്റ് ജോഷി സെബാസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി CC മോഹനൻ, ജില്ലാ സെക്രട്ടറി KV രാജേഷ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് CP ബോസുകുട്ടൻ, സെക്രട്ടറി KV രാജേഷ്, CC മോഹനൻ, അബ്ദുൾ മനാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി K മീനാക്ഷിയുടെ ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ചോരമണ്ണിലെ സഹന ജീവിതം എന്ന പേരിൽ A അഷ്റഫാണ് പുസ്തകം എഴുതിയത്. ആലപ്പുഴ നഗര ചത്തുരത്തിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ TN തോമസ് ഐസക് MLA CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബുവിന് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഞങ്ങൾ പാടി, ഞങ്ങൾ സംഘടിച്ചു, ഞങ്ങൾ സമരം ചെയ്തു. മീനാക്ഷിയുടെ ബഹുമുഖമായ വ്യക്തിത്വത്തിന്റെ ഏറ്റവും നല്ലൊരു വർണ്ണനയാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ദിശാസന്ധിയിലാണ് മീനാക്ഷി, ദേവയാനി, ഗോമതി, കാളിക്കുട്ടി ആശാട്ടി തുടങ്ങിയ ഒരു പറ്റം വനിതാ പ്രവർത്തകർ. G സുധാകരൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിച്ചു X മാലിയിൽ പുസ്തകം പരിചയപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കലാപ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ചേന്നങ്കിരി ദേവമാത ഹൈസ്കൂൾ വാർഷികം, ജൈത്രോത്സവം 2014 അധ്യാപക രക്ഷകർത്തൃ സംഗമവും നടന്നു. ബുധനാഴ്ച റവറന്റ് ഫാദർ ജേക്കബ് ചീരമ്പലിൽ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. രാവിലെ 10 മുതൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സ്കൂൾ വാർഷികത്തിന് മിഴവേകി. സ്കൂൾ മാനേജർ ഫാദർ ജേക്കബ് ചീരമ്പലിൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പരിധിവരെ ദാരിദ്ര്യ രേഖയിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം പേരും അടങ്ങിയിരിക്കുന്ന വസിക്കുന്ന ഈ നാട്ടിൽ ഇപ്രകാരം ഒരു ബഹുനില മന്ദിരം യാഥാർത്ഥ്യമായി തീരുവാനായിട്ട് ഇടയായത് ഈശ്വരന്റെ കൃപയായിട്ട്, ഈശ്വരന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. അതിനാൽ ആദ്യം തന്നെ, അല്ലെങ്കിൽ എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കുക, ഈശ്വരനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നത് ഞാനിവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിൽ എന്നോടൊപ്പം അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയവരോടൊപ്പം സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച, സഹായിച്ച എല്ലാവരെയും അത്യധികം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ഹെഡ്മാസ്റ്റർ CC ജെയിംസ്, സ്റ്റാഫ് സെക്രട്ടറി ആശാ സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് സാബു കട്ടക്കുഴിയിൽ, അധ്യാപക ജനപ്രതിനിധി ജാസ്മിൻ ജോസഫ്, സ്കൂൾ ചെയർപേഴ്സൺ കുമാരി അനുമോൾ, മാസ്റ്റർ ജിൻസൺ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി പഞ്ചായത്തിൽ അടിയന്തരമായി കുടിവെള്ളം എത്തിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S സുധീമൻ ആവശ്യപ്പെട്ടു. ഓരിവെള്ളത്തിനൊപ്പം പാടശേഖരിൽ നിന്നും പുറന്തള്ളുന്ന വിഷജലമാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നതിന്. ഇതിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഇനി ചരമ വാർത്തകൾ. കൈനഗിരി 18 ചിറ വീട്ടിൽ അന്നമ്മ ആന്റണി നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 4-ന് കൈനഗിരി സെന്റ് മേരീസ് ദേവാലയ സിമിത്തേരിയിൽ. ചേന്നങ്കിരി കരിമ്പിങ്കാലയിൽ അപ്പച്ചൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3-ന് സെന്റ് ജോസഫ് ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസ് കുട്ടനാട് കേന്ദ്രീകരിച്ച് ആരംഭിക്കണം. ഹരിപ്പാട്ടേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച ആർഒ പ്ലാന്റ് പുളുങ്ങുന്ന റോഡരികിൽ PWD അനുമതി കാത്തു കിടക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ടും വൈദ്യുതിയും ലഭിച്ചിട്ടില്ല. ഓൾ കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമ്മേളനം ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2 വരെ ആലപ്പുഴയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.